അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേര് എന്തായിരുന്നു? റഹ്മത്തുള്ള ഉമരി, അബൂബക്കർ വളാഞ്ചേരി. സ്ഥലം എവിടെയായിരുന്നു നിങ്ങള്? ഞങ്ങള് നിലമ്പൂര് പോത്തുകല്ല്. എല്ലാരും പോത്തില്ലാനാണ്. വളാഞ്ചേരി കൊടിയത്തൂര്. കൊടിയത്തൂർ. കൊടിയത്തൂര്. ഓക്കെ. ഏതായാലും ശബാബ് സമ്മേളനം, ഗോൾഡൻ ജൂബിലി സമ്മേളനം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വർഷങ്ങളായിട്ട് ശബാബുമായിക്കൊണ്ട് ബന്ധമുള്ള ആളുകളാണ് അല്ലെ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ UAE ഇസ്ലാഹി സെന്ററിലെ കീഴിൽ പ്രവർത്തിച്ചതാണ്. അപ്പൊ 1990 മുതൽ 2010 വരെയുടെ കാലയളവിൽ ഞാൻ UAE താമസിക്കുന്ന ആളായിരുന്നു. ഷാർജ ഇസ്ലാഹി സെന്റർ, ദൈത്ത് ഇസ്ലാഹി സെന്റർ കീഴില്. അപ്പൊ ഞങ്ങൾക്ക് 25-30ഓളം ശബാബ് എല്ലാ ആഴ്ചയും വന്നിരുന്നു. അത് കടകളിലും വ്യക്തികളുടെ ഇടയിലേക്കും ഞങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഇസ്ലാഹി പ്രവർത്തനം വളരെ സജീവമായിട്ട് നടത്തുകയും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ശബാബിൽ കൂടെ മാറ്റിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് അൽഹംദുലില്ലാഹ് അങ്ങേയറ്റത്തെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ നാട്ടിലും വിദേശത്തും ശബാബുമായിട്ട് ധാരാളം ഓർമ്മകളും ബന്ധവും ഒക്കെ ഉള്ള വ്യക്തികളാണ് അല്ലെ? ഓക്കെ. നാട്ടില് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശബാബുമായിട്ടുള്ള പിന്നെ ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? നാട്ടില് നമ്മൾ പഠനം കഴിഞ്ഞിട്ട് ഗൾഫിലാണ് ചേക്കേറിയത്. നേരത്തെ കാലത്തെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സജീവ പ്രവർത്തനമൊക്കെ ഗൾഫിലുണ്ടായിരുന്നു. ഇസ്ലാഹി സെന്ററോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ സഹോദരങ്ങളാണ്. UAE ഇസ്ലാഹി സെന്റർ, ദൈത്ത് ഇസ്ലാഹി സെന്ററിലെ പ്രസിഡന്റ് ആയിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചവരാണ് ഞങ്ങളൊക്കെ. ഒരു വിദേശ ബന്ധം ആണ് അല്ലെ? ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പോ പിന്നെ ശബാബില് ഈ അടുത്തൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത് വർഷങ്ങളായിട്ട് തുടരുന്നതാണ് ലേഖനങ്ങളൊക്കെ പിന്നെ എന്താ പറയാ, സാമൂഹിക പ്രസക്തിയുള്ള കുറെ ലേഖനങ്ങൾ, പിന്നെ ധാരാളം ചർച്ചകൾ നടന്നു വരുന്നു ലേഖനവുമായി ബന്ധപ്പെട്ട്. എന്താണ് ശബാബിലെ എഴുത്തുകളൊക്കെ ബന്ധപ്പെട്ട് പറയാനുള്ളത്? ശബാബ് എപ്പോഴും പുതുമയെ ആനയിക്കുന്ന ഒരു കാര്യമാണ്. തുടക്കത്തിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എങ്കിലും ശബാബ് എടുത്ത നിലപാടാണ് പിന്നീട് സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉള്ളത്. അത് നമുക്ക് പല രംഗങ്ങളിലും നമുക്ക് അറിയാൻ പറ്റും. മാത്രമല്ല, പലരും വിമർശിക്കാൻ മടി കാണിക്കുന്ന വിഷയങ്ങളൊക്കെ ശബാബ് വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലപാട് തന്നെയാണ് ശബാബ്. അപ്പൊ ഏത് പ്രതികൂല സാഹചര്യത്തിലും ശബാബിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് വർഷങ്ങളായിട്ട് ശബാബിനെ പഠിക്കുന്ന വ്യക്തികൾ എന്നൊക്കെ പറയാനുള്ളത് അല്ലേ? ഓക്കെ. എന്തായാലും വലിയ സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ. തുടർന്നും ശബാബിന്റെ വക്താക്കളായി തന്നെ.